പ്രധാനമന്ത്രിയെ ആർക്കും കാണാൻ പോകാം, ആവശ്യങ്ങൾ പറയാം, നിവേദനം നടത്താം. പക്ഷേ അത് സാധിക്കുന്നതിന് വേണ്ടിയോ ഭാവിയിലേക്കോ വേണ്ടി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പ്രസ്താവന നടത്തിയത് അത് ശരിയല്ല. രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഇത് ഉസൈൻ മടവൂർ അദ്ദേഹം മീഡിയകളോട് സംസാരിച്ചാണ് നമ്മളിവിടെ കേട്ടത്. പ്രധാനമന്ത്രി ആർക്കും പോയി കാണാം, പക്ഷേ മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത് ശരിയായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുജാഹിദിന്റെ മറ്റൊരു നേതാവ് KNM സംസ്ഥാന ക്യാമ്പയിനിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ്. ഇതൊന്ന് കേട്ടോക്കി നിങ്ങൾ. ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണ്, എത്ര മഹത്തരമാണ്. ഈ രാജ്യം എല്ലാ അർത്ഥത്തിലും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട്. ഈ രാജ്യം മറ്റേതൊരു രാജ്യത്തും ലഭിക്കാത്ത സ്വാതന്ത്ര്യം, പ്രബോധന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ പള്ളികളിൽ നിന്ന് ബാങ്കുകൾ മുഴങ്ങുന്നു. നമുക്ക് 5 നേരം ജമാഅത്തായി നമസ്കരിക്കുവാൻ കഴിയുന്നു. ഈദ്ഗാഹുകളും പൊതുപ്രഭാഷണവും സംഘടിപ്പിക്കാൻ കഴിയുന്നു. മതത്തിന്റെ പേരിൽ ഒത്തുകൂടാനും. എല്ലാ സുഹൃത്തുക്കളെ, ഇത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ പറഞ്ഞത്. ഹുസൈൻ മടവൂർ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, അന്ന് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് അതിൽ അംഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളുടെ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മൈനോറിറ്റിയുടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്ന വിധത്തിലാണ് ഭരണഘടന രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭരണഘടന പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും സുരക്ഷിതരാണ് എന്നത് ഉറപ്പാണ്. ഈ ഭരണഘടന പാലിച്ചു പോവുകയാണെങ്കിൽ നമ്മളൊക്കെ സുരക്ഷിതരാണ് എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് കാന്തപുരം ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടി കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാം. ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണഘടനയുണ്ട് എന്നതാണ്. പക്ഷെ ഭരണഘടനയുടെ സ്പിരിറ്റിനെതിരിൽ ഭരണകൂടം പ്രവർത്തിച്ചാൽ, ഗവൺമെന്റ് മിഷനറി പ്രവർത്തിച്ചാൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതെ, അത് ശ്രദ്ധയിൽപ്പെടുത്തൽ തന്നെയാണ് ഇവിടെ കാന്തപുരം ഉസ്താദ് നടത്തിയത് അല്ലെ. ഇവിടെ കാന്തപുരം ഉസ്താദ് എന്തിനാണ് മോഡിയെ പോയി കണ്ടത്? ഇവിടെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ മോഡിയുടെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. ഉസ്താദിന്റെ FB പേജിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് തന്നെ വായിക്കട്ടോ. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന സാമ്പത്തിക മുന്നേറ്റത്തിനൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കി നിങ്ങൾ. വഖഫ്, SIR ആശങ്കകൾ, അതുപോലെ പുരാതന മസ്ജിദുകൾ, ഇസ്ലാമിക പൈതൃക സ്മാരകം സംരക്ഷിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബറവൽവി സംഭവത്തിൽ ഉൾപ്പെടെയുള്ള നിരപരാധികൾക്ക് ലഭ്യമാവേണ്ട നീതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. നോക്കി നിങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഇതല്ല, ഇതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് അവിടെ പറഞ്ഞു എന്നുള്ളതിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന്. ഇവിടെ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഇതുമായിട്ട് വിശദീകരിച്ചുകൊണ്ട് മീഡിയക്ക് കൊടുത്ത ഒരു അഭിമുഖമുണ്ട്, അത് നമുക്കൊന്ന് കേട്ടോക്കാം. പല രാജ്യങ്ങളെക്കാൾ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ് ഇന്ത്യയെന്ന സമസ്ത AP വിഭാഗം നേതാവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി. ഭരണഘടന അടിസ്ഥാനത്തിലുള്ള രാജ്യം എന്ന നിലയിലാണ് സുരക്ഷിതർ എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകാമെന്നും മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ചർച്ച ഏറെ പോസിറ്റീവായിരുന്നുവെന്നും മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. നല്ല സുരക്ഷിതമായ ഭരണഘടനയുടെ കീഴിൽ നല്ല നിയമ സംവിധാനമൊക്കെയുള്ള ഒരു രാജ്യത്താണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നത്. ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാളൊക്കെ വളരെ കൂടുതൽ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. മറ്റു മതങ്ങളെ പോലെ തന്നെ മുസ്ലിങ്ങളുടെ മതകാര്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, മറ്റുള്ള പല നാടിനേക്കാളും സ്വാതന്ത്ര്യമുണ്ട്, പല വിഷയത്തിലും ഇസ്ലാമിക സ്വാതന്ത്ര്യമുണ്ട്, പല ഭാഗങ്ങളിലും പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്, നമുക്ക് അതിന് പറ്റിയൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉസ്താദ് പറഞ്ഞത്. ഹക്കീം ഉസ്താദ് പറഞ്ഞ ഈ വിഷയം എടുത്തുകൊണ്ട് പല ആൾക്കാരും വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കേൾക്കേണ്ടത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മീഡിയക്ക് കൊടുത്ത ഒരു അഭിമുഖമാണ്. അതിൽ ഉസ്താദ് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഉസ്താദ് അന്നും പറഞ്ഞത്. നമുക്കൊന്ന് കേട്ടോക്കാം. ഒരു വലിയ രാജ്യമാണ്. ഇവിടെ 70% അതിലധികമോ ഉള്ളത് നോൺ മുസ്ലിംസാണ്. ഇതൊക്കെ ബോധമുള്ളവരാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം അല്ലാത്തവർക്കും മുസ്ലിംകൾക്കും ജീവിക്കാനും അവരുടെ മതങ്ങൾ നീതിയുക്തമായി പ്രചരിപ്പിക്കാനും അധികാരമുണ്ട് എന്നാണല്ലോ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. ആ നിലയിൽ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എതിര് അല്ലെങ്കിൽ അനുകൂലം എന്ന് ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും അടുത്ത് വരാൻ കാരണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി ഇവിടെ ഉസ്താദ് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതും കേൾക്കാം. പറയുന്നത് എല്ലാ മതങ്ങളും തമ്മിലുള്ള ഐക്യമാണ്, രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഐക്യമാണ്. അപ്പോൾ ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്.
കേരളം ഭരിക്കുന്നത് LDF ആണ്. മറ്റു പല സ്ഥലത്തും മറ്റു പല പാർട്ടികളും ഭരിക്കുന്നുണ്ട്. ഈ ഭരിക്കുന്ന ആളുകൾ ആരായാലും നമ്മുടെ ആശയം പറയാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ പല പദ്ധതികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഡൽഹി അനുമതി തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ് കൽക്കത്ത, അതേപ്രകാരം UP, UPയിലെ പെട്ട പല സ്ഥലങ്ങളും. അവിടെയെല്ലാം ഞങ്ങളുടെ മദ്രസകളും സ്കൂളുകളും വിദ്യാഭ്യാസ സംരംഭങ്ങളും ഉണ്ട്. അതിനൊന്നും ഒരു തടസ്സവുമില്ലാതെ എല്ലാ ഗവൺമെൻറ്റും നമുക്ക് അനുകൂലമായിട്ട് നിന്ന് വരുന്നത് ഞങ്ങൾക്ക് പാർട്ടി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ ഗവൺമെന്റുകൾ ആരായാലും ഞങ്ങൾക്ക് ചെയ്തു തരാറുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ ഭാഗത്തും ഇങ്ങനെ നടക്കുന്നു എന്ന് ഉസ്താദ് ഇവിടെ പറയുന്നുണ്ട്. കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയെ കണ്ടത് മുതൽ ഇവിടുത്തെ സുഡാപ്പികളും ജമാഅത്തും മുജാഹിദും അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രീയക്കാരും ഇപ്പോൾ കാന്തപുരം ഉസ്താദിനെതിരെ ഉറഞ്ഞു തുള്ളുന്നൊരവസ്ഥയാണ്. ഇവർ പറയുന്നത് കാന്തപുരം ഉസ്താദ് ഇസ്ലാമിനെ ഒറ്റ കൊടുക്കുന്ന ആളാണ്, അയാൾ ചാരനാണ്, അയാളെ മകനും അങ്ങനത്തോനാണ്, ഇങ്ങനത്തോനെയാണ് എന്നൊക്കെ രീതിയിലാണ് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ മർക്കസിൽ പോയൊരു സമയം അവിടെ കണ്ടൊരു കാഴ്ചയുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രധാന കവാടം നമുക്ക് കാണാൻ പറ്റും. ആ കവാടം ഇതിനു മുമ്പ് നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നത് മറ്റൊരു ഭാഗത്തായിരുന്നു. അതിനുള്ള സ്ഥലം വാങ്ങി അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിലടക്കാണ് ആ സ്ഥലം വാങ്ങിയ ആളുകൾ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നത്. അതിനുശേഷം ആ സ്ഥലം ഒരു കിടങ്ങ് പോലെ JCB കൊടുന്നാക്കിയിട്ടിരുന്നു. അങ്ങോട്ട് ആളുകൾ പോവാതിരിക്കാം, മർക്കസിലേക്ക് പോവാതിരിക്കാം. ആ കാഴ്ച ഞാൻ അവിടുന്ന് കാണണ്ടായി, ആ കിടങ്ങ് പോലെ ആക്കിയിട്ടത്. അപ്പോഴാണ് അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞത്. പിന്നീട് കുറെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ കാന്തപുരം ഉസ്താദ് ആ സംഭവം ഉണ്ടായതിന്റെ അടുത്ത ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഉസ്താദിന് വളരെ പേടിയായിരുന്നു അത്രേ. എൻ്റെ കുട്ടികളെ ഈ ആളുകൾ വന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ട് ഉസ്താദിന് ഉറക്കുണ്ടായിരുന്നില്ല. നോക്കണം നിങ്ങൾ, അത്ര പോലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് കാന്തപുരം ഉസ്താദ് മർക്കസ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം അവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതേ സംഖ്യയെ കൂട്ടിക്കൊണ്ടായിരുന്നു ഒരിക്കലേ ഈ സുഡാപ്പിയും ഈ ജമാഅത്തും ഈ മുജാഹിദും ഈ പറയുന്ന രാഷ്ട്രീയ കോമരങ്ങളൊക്കെ മർക്കസിനെതിരെ മർക്കസ് പൂട്ടിക്കാൻ വേണ്ടി സമരവുമായിട്ട് വന്നത്. അതിന് മുന്നിലേക്ക് അവരാണ് ഇപ്പോൾ വലിയ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ കുതിര കയറാൻ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നവരോടാണ്. ഉസ്താദ് എടുത്ത ഓരോ നിലപാടുകൾ ഉണ്ടല്ലോ, ഉസ്താദ് എടുക്കുന്ന ഓരോ നിലപാടുകൾ അത് പിന്നീട് ഈ സമൂഹത്തിന് ഈ പ്രസ്ഥാനത്തിനൊക്കെ ഏറെ ഹൈറുണ്ടായിട്ടുള്ളൂ. അത് നമുക്ക് തുടർന്ന് കാണാൻ പറ്റും ഏത് വിഷയത്തിലായാലും. ഇവിടെ മർക്കസിലേക്ക് തന്നെ ഇവന്മാർ വന്നുകൊണ്ട് മർക്കസിന്റെ വഴി തടസ്സപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നുള്ള മറ്റുള്ള മുസ്ലിം സംഘടനകളെക്കായി ഒക്കെ കൂടുതൽ ഇത്തരം ആളുകളിൽ നിന്ന് അനുഭവിച്ചത് ഉസ്താദ് തന്നെയാണ്. അത് നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഉസ്താദ് ഈ വിഷയം പൊതുസമൂഹത്തോട് പറഞ്ഞോ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഇല്ല. ഉസ്താദ് അതിൻ്റെതായ രീതിയിൽ അത് നേരിട്ടു. അതുകൊണ്ടാണ് ഇന്ന് ഉന്നത വിജയങ്ങളിൽ എത്താൻ പറ്റിയത്. അതുപോലെ തന്നെ ഇവരുടെ ആസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് വലിയ മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നത്, വിവരമുള്ള മക്കളാക്കി മാറ്റാൻ പറ്റുന്നത്. അത് എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നമ്മുടെ മതത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് കുരു പൊട്ടിയിട്ട് ഉസ്താദിനെതിരെ എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല. ഉസ്താദിനെ കുറെ ആൾക്കാർക്ക് സംഖ്യയാക്കണം, കുറെ ആൾക്കാർക്ക് അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം. ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് നേരിട്ടൊരു കാര്യം എന്താണ്, കേരള യാത്ര മലപ്പുറത്തെത്തിയ സമയത്ത് ഇവിടുത്തെ സംഖ്യകളായിരുന്നു ഉസ്താദിനെതിരെ. മലപ്പുറം വിഭജിക്കണമെന്ന് പറയാൻ ഇയാളാരാ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ സംഖ്യകൾ ഉറങ്ങി തുള്ളിയത്. അതേ സംഖ്യകൾ ഇപ്പോൾ ഉസ്താദിനെ കൈയടിക്കുന്ന രീതിയിലേക്ക് ഉസ്താദ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കയ്യിലെടുക്കാൻ എങ്ങനെ ഏത് രീതിയിൽ എന്നൊക്കെ ഉസ്താദ് നല്ലോണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരാളാണ് നമ്മൾ ആക്രമിക്കാൻ വരുന്നത് അയാളെ കൊണ്ട് നമ്മൾ സംരക്ഷിച്ച് നിർത്തിപ്പിക്കാനും ഈ ഉസ്താദിന് അറിയാം. ഇവിടെ നമുക്ക് വേണ്ടി ശബ്ദിച്ചു, ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ചു എന്ന് പറയുന്ന ചില ആളുകളുടെ പല ആൾക്കാരും എഴുതി കണ്ടു, അബ്ദുൽ നാസർ മാതിരി എന്നൊക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ ബഹുമാനത്തോട് ഞാൻ കാണുന്ന ഒരു ഉസ്താദാണ് ഈ അബ്ദുൽ നാസർ മാതിരി. ഉസ്താദ് ഒരു തീവ്രവാദി ഒരു വർഗീയവാദി ഒന്നുമല്ല. പക്ഷെ ഉസ്താദ് അനുഭവിച്ചത് എന്താണ്? ഉസ്താദ് കുറച്ച് സംസാരം കുറച്ച് ഓവറായി പോയി എന്നുള്ളത് മാത്രമാണ്. അതിന്റെ പേര് ഉസ്താദ് അനുഭവിച്ചത് എന്തൊക്കെയാണ് നമ്മളെവരും കണ്ടതല്ലേ. അപ്പോൾ ഇവിടെ ഒരു പണ്ഡിതനായിരിക്കുന്ന ഒരാളെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ കാത്തു നിൽക്കുകയാണ്, പല ഭാഗത്തു നിന്നുള്ള ആളുകൾ. ഒരു പക്ഷേ ഉസ്താദ് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോയി കണ്ട് ഇവിടെ പുറത്തു വരുമ്പോൾ വേറെ രീതിയിലാണ് പ്രതികരിച്ചതെങ്കിൽ, ആ ഇന്ത്യയിൽ പ്രതികരിച്ചത് വേറെ രീതിയിലാണെങ്കിൽ ഒരു പക്ഷെ അത് വലിയ കലാപങ്ങളിലേക്ക് വരെ പോയിട്ടുണ്ടാവും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയൊക്കെ മറ്റൊരു രീതിയിൽ ഇവർ ആളെ കൊല്ലുന്നവരാണ്, അല്ലെങ്കിൽ ഇവർ അങ്ങനത്തെവരാണ്, അവിടെ അത് സംഭവിച്ചിട്ടുണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നത് ഹിന്ദിയിലായിരിക്കാം. അപ്പൊ അവർ ഏത് രീതിയിലായിരിക്കും? അപ്പൊ ഉസ്താദ് അത് മറ്റൊരു രീതിയിലാണ് അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ഭരണഘടന നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം തരുന്നു, ആ രീതിയിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്ക് പോയാൽ നമ്മളെ രാജ്യത്തെ എങ്ങനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, അതാണല്ലോ ആ ചോദ്യത്തിൽ വരുന്നത്. അതിനാണ് ഉത്തരം കൊടുക്കുന്നത്.